നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചരിത്രം വായിച്ചു നോക്കടാ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്ന് സമയം കളയുമ്പോ മോനെ നിന്റെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 17-ാം രാവാണല്ലോ. 313 സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായ 14 ശുഹദാക്കളുണ്ടല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ. അവരാടാ ചെറുപ്പക്കാര്. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എത്ര ചെറുപ്പക്കാരാണ് പടച്ചവനെ ബദറിൽ പങ്കെടുത്തതെന്നറിയുമോ? സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. എത്രയെത്രയോ സ്വഹാബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതാ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഇതെല്ലാം 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാര് കളിയും തമാശയും കള്ളും പെണ്ണും വ്യഭിചാരവും ചൂതാട്ടവുമായി നടക്കുമ്പോ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഅദ് ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ സഹോദരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാ. ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. യാ അഖീ, എന്റെ പൊന്നനിയാ, എന്തിനാടാ ഒളിച്ച് നടന്നു പോകുന്നത്? എന്തിനാണ് ബദറിന്റെ രണാങ്കണത്തിലൂടെ നീ ഒളിച്ച് നടന്നു പോകുന്നത്? ജ്യേഷ്ഠനോട് അനുജം പറയുന്നു, ഇക്കാ അല്ലാഹുവിന്റെ റസൂല് കാണാതെ നടന്നു പോവുകയാണ്. നബിതങ്ങള് കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടക്കുന്നത്. എന്റെ നബിതങ്ങള് കണ്ടാലെന്ത്? അവിടെ